സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. തൃത്വിക ദൈവമേ, ഈ പ്രഭാതം കാണുവാനായിട്ട് അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ നിൻ്റെ സന്നിധിയിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായതിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സകല കൃപാവരങ്ങളും സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതത്തിൽ നിശബ്ദതയിൽ, ആരാധനയിലും കൃതജ്ഞതയിലും അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നൽകിയ ജീവൻ്റെ ദാനത്തിനും അനന്തമായ കാരുണ്യത്തിനും ഒരിക്കലും പരാജയപ്പെടാത്ത സ്നേഹത്തിനും കർത്താവെ നന്ദി. കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിക്കുകയും എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെ നിമിഷം എന്നെ നിന്നിലേക്ക് പരിപൂർണമായി ചേർത്ത് നിർത്തുന്നതിന് കാരണമായി തീരട്ടെ. യെശയ്യാ പ്രവാചന പുസ്തകം 41 അധ്യായം 10 വാക്യം. ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ഉറപ്പ് നൽകുന്നു. യെശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും തനിച്ചല്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകുന്ന നല്ലവനായ ദൈവമേ, പ്രയാസകരമായ സമയങ്ങളിൽ നിൻ്റെ സാന്നിധ്യം, ശക്തിയും ധൈര്യവും എനിക്ക് നൽകുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തിനെ തന്നെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലും വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങളും ആശ്വാസങ്ങളും സമാധാനവും മാത്രമേ ഉണ്ടാകുമെന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ ഈശോയെ, ഇന്നത്തെ ദിവസം യെശയ്യാ 41:10 അഭിഷേകം നൽകണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വലിയ വചനത്തിൻ്റെ വലിയ സാന്നിധ്യം, വലിയ കൃപ, വലിയ നിറവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 46:10. ശാന്തമായിരിക്കുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. കർത്താവിൻ്റെ ശാന്തതയിലേക്ക് നമ്മെ അവിടുന്ന് വിളിക്കുകയാണ്. ജീവിതത്തിൻ്റെ അരാജകത്വത്തിൽ സമാധാനത്തിൽ വിശ്രമിക്കുവാനായിട്ട് തമ്പുരാൻ നമ്മെ വിളിക്കുന്നു. ശാന്തമായിരുന്നാൽ മാത്രം മതി, അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളും. അങ്ങനെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് യഥാർത്ഥ ജ്ഞാനമുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നത്തെക്കാളും ദൈവത്തിൻ്റെ ശക്തി അത്രമാത്രം വലുതാണ്, ശക്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ ശക്തി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെക്കാളും ശക്തവും ബലവുമുള്ളതാണ് എന്ന് നമുക്കറിയാം. കർത്താവെ, ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. നിൻ്റെ ശക്തിയിൽ, നിൻ്റെ സ്നേഹത്തിൽ, നിൻ്റെ ദയയിൽ, നിൻ്റെ കാരുണ്യത്തിൽ, നിൻ്റെ നീതിയിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. സങ്കീർത്തനം 46:10 അഭിഷേകം സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കണമേ. നിൻ്റെ കൃപയാൽ എന്നെ വളർത്തണമേ. മത്തായി 11:28. തളർന്നിരിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവിൻ. കർത്താവായ ഈശോയെ, നിന്നിൽ വിശ്രമം കണ്ടെത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വലിയ ക്ഷണത്തെ ഞാൻ പരിപൂർണമായി സ്വീകരിക്കുന്നു. നിൻ്റെ സ്നേഹത്തിൻ്റെയും അഭയത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഇടമാണ് നിൻ്റെ ഹൃദയമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിൻ്റെ കൃപയ്ക്കും സൗഖ്യത്തിനു വേണ്ടി ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. തെറ്റിദ്ധാരണ, സ്നേഹവും ഈശോയുടെ നിരുപാധിക സ്നേഹവും സമ്പാദിക്കേണ്ടതായോ തെളിയിക്കപ്പെടേണ്ടതായോ ആയ ഒന്നായി പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത്, തെറ്റിദ്ധാരണ പടർത്തുന്ന സ്നേഹമെന്ന് പറയുന്നത് പലർക്കും മനസ്സിലാക്കുന്ന, ലോകം മുഴുവനും മനസ്സിലാക്കുന്ന, പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന സ്നേഹമെന്ന് പറയുമ്പോൾ ഈശോയുടെ നിരുപാധിക സ്നേഹം പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന സ്നേഹത്തിൽ ധാരാളം സ്നേഹപ്രകടനങ്ങളുണ്ടാകുമ്പോൾ നിരുപാധികമായ സ്നേഹത്തിന് എപ്പോഴും നിശബ്ദതയാണ് ഉണ്ടാവുക.
നിശബ്ദതയോടുകൂടി, ദയയോടുകൂടി, കാരുണ്യത്തോടുകൂടി അവിടുന്ന് നമ്മെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്നേഹത്തിനെ ചേർത്ത് നിർത്തുന്നതിന് പല പ്രകടനങ്ങളാണ് ഉണ്ടാവുക. തമ്പുരാനെ, നിൻ്റെ സ്നേഹം ദയയിലും കരുണയിലും അടിയുറച്ച ആ വലിയ സ്നേഹം തിരിച്ചറിയാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കർത്താവേ, നിൻ്റെ സ്നേഹം തികച്ചും വ്യത്യസ്തമാണ് എന്ന്, അത് വ്യവസ്ഥകളില്ലാത്തതും ത്യാഗപരവും ശാശ്വതമാണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, കൃപയായിരിക്കണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്നേഹങ്ങൾ ധാരാളം വ്യക്തിപരമായ നേട്ടങ്ങൾ നൽകുന്നുവെന്നും നൽകപ്പെടുന്നവയാണ് എന്ന് പലപ്പോഴും ഞങ്ങൾ വിശ്വസിച്ച് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്നേഹത്തെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ പുറകെ ഞങ്ങളും നടക്കുകയാണ്. നമ്മുടെ തെറ്റുകൾ സാരമില്ല എന്നും സ്ഥിരവും ക്ഷമിക്കുന്നവനുമായി സൗജന്യമായി നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ തൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചു മരിച്ചതാണ്, നിൻ്റെ തെറ്റുകൾക്ക് വേണ്ടി ഞാൻ പരിഹാരം ചെയ്തതാണ്, ഇനിമേൽ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തുന്ന, തൻ്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്ന ആ നിരുപാധിക സ്നേഹത്തിൻ്റെ ഉറവിടമായ ഈശോയിലെ ഈ പരമദിവ്യകാരുണ്യത്തിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. യോഹന്നാൻ 15:13 സഹോദരന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം ജീവൻ നൽകിയപ്പോൾ ഈശോ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉത്തമമായ രൂപം പ്രകടമാക്കി. അവൻ്റെ സ്നേഹം നമ്മുടെ യോഗ്യതയിലൊന്നും അധിഷ്ഠിതമല്ല എന്ന് നമുക്കറിയാം. മറിച്ച് പരിപൂർണമായും ദൈവത്തിൻ്റെ കൃപയിലാണ് അവൾ നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. അവ നമ്മെ ഏറ്റവും മികച്ചതും ഏറ്റവും മോശമായ രീതിയിലും ആയിരിക്കുമ്പോഴും നമ്മെ സ്നേഹിക്കുന്നുള്ളതാണ്. നമ്മെ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് ഇരിക്കുമ്പോഴും ഏറ്റവും മോശമായിരിക്കുമ്പോഴും അവിടത്തേക്ക് നമ്മെ സ്നേഹിക്കാൻ സാധിക്കും. കാരണം നമ്മൾ മോശമാകുന്നതിന് മുമ്പും നല്ലതാകുന്നതിന് മുമ്പും തന്നെ നമുക്ക് വേണ്ടി അവിടുന്ന് പാടുപീടുകൾ സഹിച്ച് അവിടെ നമ്മെ സ്വന്തമാക്കിയതാണ്. അവിടുത്തെ സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. പക്ഷെ നമ്മൾ മോശമാകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം സ്വന്തമാക്കാൻ സാധിക്കാതെ പോവുകയാണ്. നമ്മൾ ഈശോയുടെ കൂടെ നല്ലതായിരിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ പരിപൂർണമായും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ നമ്മൾ തന്നെ എതിര് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്കുള്ള എതിര്, നമ്മുടെ ശത്രു നമ്മൾ തന്നെയായി മാറുകയാണ്. ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം സ്വന്തമാക്കാൻ സാധിക്കാതെ വരുന്നു. ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കാൻ സാധിക്കാതെ വരുന്നു. ദൈവത്തിൻ്റെ ദയ സ്വന്തമാക്കാൻ സാധിക്കാതെ വരുന്നു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ആ വലിയ കരുതൽ, ദൈവം നമുക്ക് തരുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയ കരുതൽ, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന തൻ്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പലപ്പോഴും സാധിക്കുന്നുമില്ല. ഇന്നത്തെ ദിവസം പരിപൂർണമായി നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എത്ര ദയയോടെയാണ് എന്നെ സ്നേഹിക്കുന്നത്, എത്ര കരുണയോടെയാണ് നീ എന്നെ ചേർത്ത് നിർത്തുന്നത്, എത്രയോ വലിയ സ്നേഹത്തോടു കൂടിയാണ് നീ എന്നെ സംരക്ഷിക്കുന്നത്. ഈ സ്നേഹവും ദയയും സംരക്ഷണമൊക്കെ നൽകുന്നത് കൊണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ കഴിവിലാണ് ഇതെല്ലാം ലഭിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മറുതലിച്ച് എൻ്റേതായ വഴിയിലൂടെ നടക്കുകയാണ്. മാതാപിതാക്കന്മാർ നമ്മളെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ സംരക്ഷിക്കുമ്പോൾ, നമ്മുടെ ഒപ്പമുണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് അവരുടെ വിലയറിയില്ല. അവർക്ക് നമുക്ക് നഷ്ടമാകുമ്പോൾ ഒരിക്കലും അവരോട് സംസാരിക്കാൻ പോലും സാധിക്കാതെ അവർ നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിയുമ്പോൾ
ഈ ലോകത്തിൽ ഇല്ലാതായി തീരുമ്പോഴാണ് അവരുടെ വില പലപ്പോഴും നമ്മൾ തിരിച്ചറിയുക. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സഹോദരങ്ങളോട് നമുക്ക് വേണേൽ പറയാൻ സാധിക്കും, സഹോദര, നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവന് മാത്രമേ അതിൻ്റെ വില അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് സഹതാപവും സ്നേഹവും തോന്നുമ്പം യഥാർത്ഥത്തിൽ നമ്മൾ വേദനകളും സങ്കടങ്ങളും സ്നേഹരാഹിത്യവും അവഗണനയും തെറ്റിദ്ധാരണകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ മറ്റൊരുവൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, മറ്റൊരുവന് മേൽ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ, മറ്റൊരുവനെ എല്ലാവരും കളിയാക്കുമ്പോൾ, മറ്റൊരുവനെ എല്ലാവരും പുച്ഛിക്കുമ്പോൾ നമുക്കവൻ്റെ വേദന ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വേദനകളും സങ്കടങ്ങളും തിരസ്കരണങ്ങളും ഒക്കെ തമ്പുരാൻ നൽകുന്നത് നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി കൂടിയായിരിക്കില്ലേ? തമ്പുരാൻ എത്ര വലിയൊരു കരുതലാണ്. ചിലപ്പോൾ നമ്മളെ ഇതുവരെ ഒരു തിരസ്കരണത്തിനും പുച്ഛിക്കാനും അന്യായമായി വിധിക്കാനും ഒന്നും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ തമ്പുരാൻ എത്രയോ അതുപോലെ നമ്മളെ മറ്റുള്ളവർ മുമ്പിലാക്കി തീർക്കാൻ അവിടുന്ന് ആഗ്രഹിക്കാതെ നമ്മളെ സ്നേഹിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. അവിടുത്തെ സ്നേഹം ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ്. എനിക്ക് തരുന്ന രീതിയിലല്ല തമ്പുരാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതുമെല്ലാം ഓരോരുത്തരുടെ ഹൃദയ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് അവരിന് കിട്ടുന്നത് പോലെ തന്നെ എനിക്ക് കിട്ടിയില്ല എന്നോർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അതാണല്ലോ താലന്തുകളുടെ ഉപമയിൽ നമ്മൾ കാണുക. ഒരുവന് 2, ഒരുവന് 1, 5 താലന്ത് കൊടുത്തിട്ടാണ് പോവുക. നമുക്ക് കിട്ടുന്നതിനെ, നമുക്ക് കിട്ടിയ ദൈവകൃപയെ അത് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നത് മാത്രമല്ലേ തമ്പുരാൻ നോക്കുന്നുള്ളൂ. 2 കിട്ടിയവൻ 5 കിട്ടിയവനോട് താരതമ്യം ചെയ്തിട്ട് എനിക്ക് 3ൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് 2മായിട്ട് എനിക്ക് അധ്വാനിക്കാൻ മടിയാണെന്ന് പറഞ്ഞില്ലല്ലോ. അവൻ്റെ അധ്വാനം കൊണ്ട് അതും കൂടെ സമ്പാദിക്കുകയല്ലേ ചെയ്തത്. എനിക്ക് തമ്പുരാൻ്റെ ഒരു കൃപ മതി, അവിടുത്തെ വലിയ സംരക്ഷണം മതി, സ്നേഹം മതി. ഏതെങ്കിലും ഒരു കൃപ തമ്പുരാൻ നമുക്ക് നൽകാതെ ഇരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നന്മ തമ്പുരാൻ നമുക്ക് നൽകാതെ ഇരുന്നിട്ടുണ്ടല്ലോ? ആ നന്മയിൽ നമുക്ക് കൂടുതൽ വളർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലേ? തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് പരിശോധിക്കാം. എത്രയോ നന്മകളാണ് അനുദിന ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. പരീക്ഷകളിൽ വിജയം നൽകുന്നു, അനുദിന ജീവിതത്തിൽ അപകടം നമ്മളെ സംരക്ഷിക്കുന്നു. എത്രയോ അനുഗ്രഹങ്ങൾ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ? അപ്പോൾ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, നിൻ്റെ കൃപ സമൃദ്ധമായി എനിക്ക് ചൊരിയണമേ. നീ പലപ്പോഴും എന്നെയൊക്കെ പുച്ഛത്തിനും അല്ലെങ്കിൽ ആരും പരിഗണിക്കാതെയും പലപ്പോഴും തിരസ്കരണവും മനസ്സിലാക്കാൻ സാധിക്കാതുമൊക്കെ മാറ്റി നിർത്തുമ്പോൾ കർത്താവെ, ഞാനും തിരിച്ചറിയുകയാണ് എൻ്റെ ചുറ്റുവട്ടമുള്ള വ്യക്തികളിൽ അവർ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ തിരസ്കരണങ്ങളും പുച്ഛവും പരിഹാസവും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ യഥാർത്ഥമായ അവസ്ഥ തിരിച്ചറിയുവാൻ നീ എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്ന് കർത്താവെ, നീ വഴി നടത്തുന്ന വഴികൾ എത്രയോ വ്യത്യസ്തമാണ്. ഞാൻ പലപ്പോഴും നീ എന്നെ വഴി നടത്തുന്ന വഴികളെക്കുറിച്ച് മനസ്സിലാക്കാതെ അവരും നടക്കുന്ന വഴികളിലേക്ക് നോക്കി ആ വഴികളായിരുന്നു നല്ലത്, അല്ലെങ്കിൽ ആ വഴികൾ മോശമായിരുന്നു എന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും നിന്നെ കുറ്റപ്പെടുത്തുകയും സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്കത് നിർത്താം സഹോദരങ്ങളെ. തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരുക്കിയ വഴി ഞാൻ കണ്ടെത്താം. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കലും മറ്റുള്ളവന് വേണ്ടി തമ്പുരാൻ വെട്ടിയ വഴി നമ്മൾ കണ്ട് അതെനിക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ ആ വഴി അവൻ നടക്കുന്നത് മോശമാണ്, അവൻ്റെ വഴികളെക്കുറിച്ച്, അവന് തമ്പുരാൻ കൊടുത്ത വഴികളെക്കുറിച്ച് വിധിവാചകം ഉച്ചരിക്കാൻ നമ്മൾ ആരാ? നമുക്കതിനാരും തമ്പുരാൻ നൽകിയിട്ടില്ലല്ലോ. നമുക്ക് നമ്മുടെ വഴികൾ നോക്കിയാൽ പോരെ. അവിടുന്ന് ആ വഴികളിലൂടെ നടക്കാൻ നമുക്ക് നൽകുന്ന കൃപയും വചനത്തിൻ്റെ വെളിച്ചവും സൗഖ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദയയുടെയും കാരണത്തിനുമൊക്കെ അളവ് നമ്മൾ പരിശോധിച്ചാൽ പോരെ.
മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവർ നടക്കുന്ന വഴികളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? ദീപികാരനാഥന് മുമ്പിലിരുന്നുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. കർത്താവായ ഈശോയെ, നിൻ്റെ നിരുപാധിക സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ക്ഷമയോടെ ദയയോടെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ വിശ്വസിക്കാനും നിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്രമിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയം അങ്ങയുടെ സമാധാനത്തിൽ നിറയട്ടെ. അങ്ങയുടെ പ്രകാശം ഞാൻ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കട്ടെ. കർത്താവെ, കരുണയായിരിക്കണമേ. നല്ലൊരു കാലാവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, അനുകൂലമായ കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സമൃദ്ധമായ വിളവുകൾ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ അനുദിനം സംരക്ഷിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് നിൻ്റെ സുദിനമാണല്ലോ, കർത്താവിൻ്റെ സുദിനമാണ്, കർത്താവിൻ്റെ ദിനമാണിന്ന്. ഇതിനകത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാന ആഴങ്ങളിലേക്ക് കൂടുതൽ ചേർന്നിരിക്കുവാനും നീ എനിക്ക് വേണ്ടി ഒഴുക്കുന്ന പ്രത്യേകമായ വഴി ഏതെന്ന് തിരിച്ചറിയുവാനും ആ വഴിയെ നീ നൽകുന്ന സംരക്ഷണവും നീ നൽകുന്ന കരുതലും നീ നൽകുന്ന ദയയും കാരുണ്യവും ആ വഴിയിലൂടെ നടക്കുവാനുള്ള സംരക്ഷണവും കൃപകളുമൊക്കെ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും മറ്റുള്ളവർ നടക്കുന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുവാനോ മറ്റുള്ളവരുടെ വഴികളിൽ ലഭിക്കുന്ന നന്മകൾ കുറവുകൾ കണ്ടെത്തി അവരെ പരിഹസിക്കുവാനോ പുച്ഛിക്കുവാനോ അവരെക്കുറിച്ച് കുറ്റം പറയുവാനോ ഞാൻ ആരുമല്ല. വിധിവാചകം ഉച്ചരിക്കേണ്ടത് ഞാനല്ല എന്ന് തിരിച്ചറിയുന്നു. കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴികൾ തിരിച്ചറിയുവാനും ആ വഴികളിലൂടെ സഞ്ചരിക്കുവാനും ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു. കർത്താവേ, കൃപയായിരിക്കണമേ, കരുണയായിരിക്കണമേ. നിൻ്റെ ആ വഴികൾ തിരിച്ചറിയുവാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ പരമദിവികാരുടെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുടെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ.